എല്ലാവർക്കും ഡിബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യണ അഖണ്ഡ 2. സോ ഇതിനൊരു ഒന്നുണ്ട്. സോ ആ ഒന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒന്നിനെ പറ്റിയും ഒന്നും എനിക്ക് പറയാനില്ല. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടീസർ ഒന്ന് റിയാക്ട് ചെയ്തു. സോ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ ട്രോള് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ വായിച്ചെടുത്തോളാം. സോ എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ടീസർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. നമ്മളെ ബാലയണ്ണൻ്റെ സിനിമയാണ്. സോ എന്തായാലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടാവുക. പക്ഷെ ഇപ്പം പുള്ളിക്കാരൻ്റെ മറ്റേ ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നല്ലോ. ഓ, എന്ത് പടം വരുന്നടാ അത്. എനിക്ക് 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 ഓരോ സീനും ഒരുമാതിരി രോമാഞ്ചം വരുന്നു. പുള്ളിക്കാരനെ ആ ലെവലിൽ താന്ന് കടന്നിരുന്ന നടനെ ഇത്ര മാസീവായിട്ട് കണ്ടപ്പോൾ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സോ എന്തായാലും നമുക്കൊന്ന് ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. എവിടെ? ഓ, ഒരു മിനിറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ಸೊ ಅಖಂಡ ಶ್ರೀ ನಂತರ ಒಂದು എന്താടത് ഇത് ഡയറക്ടർ ആരായിരുന്നു മറന്നുപോയി. ശ്രീനു അങ്ങനെ ആരുമായിരുന്നു. കുന്തൊക്കെ അല്ല, കുന്തല്ല, മറ്റേ എൻ്റെ പേര് തമനാണ് മ്യൂസിക്. അയ്യോ, സൗണ്ട് കുറവാണോ? കേൾക്കാൻ വയ്യല്ല. സൗണ്ട് കുറവാണോ? വാ, ഏതാ VFX? രാം അച്ഛൻ്റെ, അയ്യോ എന്തിര്, സോറി, വേറെന്തല്ലേ എഴുതിയിരുന്നത്? രാമെന്തിര്? രാം അജന്ത ഗോപി അജന്ത. ഇനി വല്ല ശ്ലോകം വല്ലതും ആണോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാനത് വായിച്ച പോക്കിലങ്ങ് വായിച്ചു പോയത്. എന്തിനാണ്? ആരെങ്കിലും പേരാണോ ഇനി? അഖണ്ഡ താണ്ഡവം എന്തോന്നടാ ഇതൊക്കെ? ബോയ്പത്തി ശ്രീനു, ഇതന്നെ ഞാൻ പറഞ്ഞ ഡയറക്ടർ. ഹാപ്പി ബർത്ത്ഡേ ഗോഡ് ടു. ഓഫ്, എന്തൊക്കെ എഴുതിയിരുന്നു. ഒന്ന് വായിക്കാനും പറ്റില്ല, അതിനുള്ള ടൈമിങ്ങിന് തടേ. താണ്ഡവം 25 ദുസ്സര. ഓഹ്, നേരത്തെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്ത് ഇനി ആ സമയത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ റിലീസ് ഡേറ്റ് മാറ്റിക്കോണം എന്നുള്ള വാണിംഗ് ആണ്. പുള്ളിക്കാരൻ തെലുങ്കിലൊക്കെ നല്ല ഫാൻസാണ്. ഓഹ്, എന്താടാ ഇത്? ആക്ച്വലി ആ ഒരു വാളൊക്കെ കൊത്തിക്കൊണ്ടുപോകണം. എന്ത് സീനത്? എവിടെയത്? പോയാ എവിടെ? ഇത് തന്നെ തോന്നുന്നു. എടാ, ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ഷൂട്ട് ചെയ്തത്? എടാ, ഇവർക്ക് തന്നെ കാണുമ്പോൾ ഒന്നും തോന്നൂല ഇതൊക്കെ ഇത് ഓവറാണ്, അല്ലെങ്കിൽ ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യൂല. സോ ഇതൊന്നും ഇവർക്ക് കാണുമ്പോൾ തോന്നത്തില്ല എന്തോ? നോ ഐഡിയ. സോ എന്തായാലും ഈ ഒരു സിനിമേനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയും രണ്ടിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. സോ എന്തായാലും അറിയില്ല, ടീച്ചറില്ല, ചിലപ്പം പടമൊക്കെ സൂപ്പറായിരിക്കും. പക്ഷേ ദാക്കു മഹാരാജിൻ്റെ ട്രെയിലറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിനി ചിലപ്പോൾ അറിഞ്ഞുകൂടാ, ആർക്കറിയാം. അവർക്കെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും, തെലുങ്ക് ടീംസിന് ഇഷ്ടപ്പെടുമായിരിക്കും. അതുമാത്രം ഹിമാലയത്തിൽ മറ്റേ തോക്കിൻ്റെ കൂടെയൊക്കെയാണ് ഈ ഫൈറ്റൊക്കെ നടക്കണം. അതിലിനി എന്തൊക്കെയാണ് കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞൂടാ. മിക്കവാറും മറ്റേ നമ്മളൊരു യുദ്ധത്തിന് ഇങ്ങനെ ഈ വാള് മറ്റേ ഓരോ അമ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെട്ടി കളയില്ല, അതുപോലത്തെ മിക്കവാറും അതുപോലത്തെ ബുള്ളറ്റൊക്കെ മിക്കവാറും വെട്ടിക്കളയുന്ന സീനൊക്കെ കാണും. സോ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കല്ല, എനിക്ക് കാണാൻ ആഗ്രഹമില്ല. സോ കാണുന്നവർ എന്തായാലും വെയിറ്റ് ചെയ്യുക ഈ ഒരു പടത്തിന് വേണ്ടി. സോ എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങൾക്ക് ആരൊക്കെ നല്ല എക്സ്പെക്റ്റേഷൻ അല്ല എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.